നമസ്കാരം. മിസ്റ്റർ അമിത്ഷാ, ഒരു നാട് തേങ്ങുമ്പോൾ അവിടെ നടന്ന ദുരന്തത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്ന തരത്തിൽ താങ്കൾ ഉയർത്തിയ വിഭജന ശ്രമം അത്യന്തം അപലപനീയമാണെന്ന് പറയാതെ വയ്യ. പല കാര്യങ്ങളിലും വസ്തുതാവിരുദ്ധമായ തള്ളൽ നടത്തി ശീലമുള്ള താങ്കളിൽ നിന്നും ഒരു ദുരന്ത ഭൂമിയെ വീണ്ടും പിളർക്കുന്നൊരു പ്രസ്താവനയുണ്ടായത് അത്യന്തം ഹീനമായി പോയി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് ബുധനാഴ്ച പാർലമെന്റിൽ നടന്ന ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യയിലെ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനങ്ങളെക്കുറിച്ചും ദുരന്തത്തിനു മുമ്പ് കേരള സർക്കാരിനെ അറിയിക്കാൻ അവ എങ്ങനെ ഉപയോഗിച്ചുവെന്നതിനെക്കുറിച്ചും നിരവധി അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ അവകാശവാദങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവയോരോന്നും വസ്തുതാ വിരുദ്ധമാണെന്ന് ബോധ്യമാവും. കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ജൂലൈ 19 രാവിലെ 11:30 വരെ പെട്ടെന്നുള്ള വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ചുള്ള മുൻകരുതൽ സംബന്ധിച്ച് ജൂലൈ 18 ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പത്രക്കുറിപ്പ് പുറപ്പെടുവിച്ചു. അതേ ദിവസം തന്നെ ജൂലൈ 18 മുതൽ 31 വരെ തീയതികളിൽ പുറപ്പെടുവിച്ച വിപുലീകൃത റേഞ്ച് പ്രവചനത്തിൽ ഈ കാലയളവിലേക്ക് കേരളത്തെക്കുറിച്ച് പരാമർശമേ ഉണ്ടായിരുന്നില്ല. ജൂലൈ 23 കാലാവസ്ഥാ വകുപ്പ് പ്രസിദ്ധീകരിച്ച പത്രക്കുറിപ്പിൽ ജൂലൈ 25 കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ കനത്ത മഴ ഉണ്ടാകുമെന്നും മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ജൂലൈ 23 മുതൽ 27 വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ കനത്ത മഴയുണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജൂലൈ 25 കേരള സംസ്ഥാനത്തിന് ഓറഞ്ച് അലർട്ടും ജൂലൈ 23, 24, 26, 27 തീയതികളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. ജൂലൈ 25 പ്രസിദ്ധീകരിച്ച പത്രക്കുറിപ്പിൽ അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോട് കൂടിയതോ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പറയുന്നു. IMDയുടെ പത്രക്കുറിപ്പിൽ ജൂലൈ 29 കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ച് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ ഓറഞ്ച് അലർട്ട് നിലനിൽക്കെ ജൂലൈ 30 പുലർച്ചെയാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് ജൂലൈ 30 ഉച്ചയ്ക്ക് 1:10 പ്രസിദ്ധീകരിച്ച വാർത്താക്കുറിപ്പിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ പത്രക്കുറിപ്പിൽ കേരളത്തിലും മാഹിയിലും ജൂലൈ 31, ഓഗസ്റ്റ് 1 തീയതികളിൽ ഓറഞ്ച് അലർട്ടും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ IMDയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 1 വരെ കേരളത്തിൽ സാധാരണ മഴയേക്കാൾ കൂടുതലായി പ്രവചിച്ചുവെങ്കിലും ഒരു അപായ മുന്നറിയിപ്പും നൽകിയില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ ജൂലൈ 26 കേരളത്തിൽ 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യുമെന്നും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നും മുൻകൂർ അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞത്. അന്ന് പ്രസിദ്ധീകരിച്ച IMD പത്രക്കുറിപ്പിൽ അത്തരം മുന്നറിയിപ്പുകൾ ഒന്നുമില്ല എന്ന് രേഖകൾ സംസാരിക്കുമ്പോഴാണ് ആഭ്യന്തരമന്ത്രി നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന പാർലമെന്റിൽ നടത്തിയത്. കാലാവസ്ഥാ വകുപ്പ് മണ്ണിടിച്ചിൽ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകാനുള്ള ഉത്തരവാദിത്വമുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, നദി സംബന്ധമായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള ഉത്തരവാദിത്വമുള്ള സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്നിവ പുറപ്പെടുവിച്ച പ്രവചനങ്ങളിലൊന്നും ഹൈറിസ്ക് പ്രവചിക്കുന്ന മുന്നറിയിപ്പുകൾ വന്നിരുന്നില്ല. ഇക്കാര്യങ്ങൾ പരിശോധിച്ചാൽ ജൂലൈ 30 ഉരുൾപൊട്ടലിന് മുന്നോടിയായി ഒരു ഏജൻസിയും വയനാട്ടിൽ റെഡ് അലർട്ട് നൽകിയിട്ടില്ലെന്ന് വളരെ വ്യക്തമായി മനസ്സിലാവും. മാത്രമല്ല 29, 30 തീയതികളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള കുറഞ്ഞ സാധ്യതയാണ് വിവിധ ഏജൻസികൾ പ്രവചിച്ചത് എന്നും കാണാൻ കഴിയും. ഇതിൽ നിന്നൊക്കെ അമിത്ഷാ ഉപരിസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും പദവി ലംഘനം നടത്തിയെന്നും വളരെ വ്യക്തമാണ്. ഇത് കൂടാതെയാണ് ഷാ നടത്തിയ വ്യാജ അവകാശവാദങ്ങൾ. 2014 മുമ്പ് ദുരന്തങ്ങളോട് പ്രതികരിക്കാൻ ഒരേയൊരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ, ദുരിതാശ്വാസവും പുനരധിവാസവും മാത്രം എന്നായിരുന്നു അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞത്. വസ്തുതാപരമായി ഇതും തെറ്റാണ്. രാജ്യത്തിന്റെ മൺസൂൺ പ്രവചന ശേഷികൾ മെച്ചപ്പെടുത്തുന്നതിനായി 2012 ഇന്ത്യ ദേശീയ മൺസൂൺ ദൗത്യം സ്ഥാപിച്ചു. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് MM-1 എന്ന് വിളിക്കപ്പെടുന്ന ആദ്യഘട്ടം 2017 വിജയകരമായി പൂർത്തിയാക്കി. മിഷന് കീഴിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം 2024 ഗണ്യമായി കുറയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. 2023 680 കോടി വകയിരുത്തിയിരുന്നുവെങ്കിൽ അത് ഈ വർഷം 550 കോടിയായി വെട്ടിക്കുറച്ചു. ലോകത്തിലെ ഏറ്റവും ആധുനിക മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം 2014 ശേഷം ഈ രാജ്യത്ത് സ്ഥാപിച്ചു എന്ന് ഷാ അവകാശപ്പെട്ടതിലെ പൊള്ളത്തരവും ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. ലോകത്തിലെ ചില രാജ്യങ്ങൾക്ക് മാത്രമേ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് 7 ദിവസം മുമ്പ് പ്രവചിക്കാൻ കഴിയൂ. 7 ദിവസം മുമ്പ് ദുരന്തം പ്രവചിക്കാനും അത് പരസ്യമാക്കാനും കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നൊക്കെ തള്ളിയ അമിത്ഷാ ലോക്സഭയിൽ ഉന്നയിച്ച ഈ അവകാശവാദത്തിനും സൂക്ഷ്മതയില്ല എന്ന് കാണാൻ കഴിയും. ഐക്യരാഷ്ട്രസഭയുടെ ഡിസാസ്റ്റർ റിസ്ക് ആൻഡ് റിഡക്ഷൻ ഓഫീസിന്റെ 2023
2023 മൾട്ടി ഹസാർഡ് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ ആഗോള നില റിപ്പോർട്ട് പറയുന്നത് അത്യാധുനിക പ്രവചനങ്ങൾക്കൊപ്പം ഉഷ്ണമേഖലാ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഒരു പ്രത്യേക സ്ഥലത്തേക്കുള്ള ചുഴലിക്കാറ്റുകൾ കരയിലേക്ക് വീഴുന്നതിന് 3 മുതൽ 5 ദിവസം മുമ്പ് മാത്രമേ അപ്ഡേറ്റ് ചെയ്യാനാകൂ എന്നാണ്. മഴയെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ പ്രവചനത്തിലും മുന്നറിയിപ്പ് സേവനങ്ങളിലും IMDയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പറയുന്നത് അതിശക്തമായ മഴയ്ക്കുള്ള ചുവപ്പ് നിറത്തിലുള്ള മുന്നറിയിപ്പ് 48 മണിക്കൂറിൽ കൂടുതൽ മുമ്പ് നൽകാനാവില്ല എന്നാണ്. ഇതും അമിത്ഷായുടെ അവകാശവാദത്തിന് വിരുദ്ധമാണ്. 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യുമെന്നും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നും ജൂലൈ 26-ന് കേരളത്തിന് മുൻകൂർ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി അമിത്ഷാ അവകാശപ്പെട്ടതും കളവാണെന്ന് ഇതോടെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. അതിശക്തമായ മഴയുടെ കൃത്യമായ സ്ഥാനവും തീവ്രതയും പ്രവചിക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മറ്റ് പ്രവചന സംവിധാനങ്ങൾക്കും തെറ്റുപറ്റാറുണ്ടെന്ന് വിദഗ്ധർ സമ്മതിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കള്ളമറുപടി പറഞ്ഞ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദുരന്തത്തിൽ തേങ്ങുന്ന കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞു.